ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. LDCക്കും LGSനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS മെയിൻസാണ് നാളെ വരുന്നത്. അപ്പോൾ അതിനും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി ഏത്? ഓപ്ഷൻസ്: മഞ്ചേരി, വടകര, കരുനാഗപ്പള്ളി, തൊടുപുഴ. ആൻസർ ഓപ്ഷൻ ബി, വടകര. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് വടകര. അടുത്തത്: സൂര്യനഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? സൂര്യനഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻസ്: ജോധ്പൂർ, ജയ്പൂർ, ഉദയ്പൂർ, അംബാല. ആൻസർ ഓപ്ഷൻ എ, ജോധ്പൂർ. സൂര്യനഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ജോധ്പൂർ. അടുത്തത്: പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഓപ്ഷൻസ്: 1602, 1628, 1616, 1664. ആൻസർ ഓപ്ഷൻ ബി, 1628. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1628. അടുത്തത്: ബദരിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ബദരിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഓപ്ഷൻസ്: അളകനന്ദ, മന്ദാകിനി, അമരാവതി, ഭഗീരഥി. ആൻസർ ഓപ്ഷൻ എ, അളകനന്ദ. ബദരിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് അളകനന്ദ. അടുത്തത്: ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്ന വിശേഷണമുള്ള അനുച്ഛേദങ്ങൾ ഏവ? ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്ന വിശേഷണമുള്ള അനുച്ഛേദങ്ങൾ. ഓപ്ഷൻസ്: 14, 17, 19, 14, 19, 21, 14, 17, 22, 14, 17, 21. ആൻസർ ഓപ്ഷൻ ബി, 14, 19, 21. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്ന വിശേഷണമുള്ള അനുച്ഛേദങ്ങളാണ് 14, 19, 21. അടുത്തത്: 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആര്? 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. ഓപ്ഷൻസ്: KN രാജ്, PC മഹലാനോബിസ്, DP ധർൻ, VP മേനോൻ. ആൻസർ ഓപ്ഷൻ സി, DP ധർൻ. 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. അടുത്തത്: മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻസ്: മദൻ മോഹൻ മാളവ്യ, ഗോപാലകൃഷ്ണ ഗോഖലെ, RN മധോൽക്കർ, ബാലഗംഗാധര തിലക്. ആൻസർ ഓപ്ഷൻ എ, മദൻ മോഹൻ മാളവ്യ. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ INCയുടെ പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. അടുത്തത്: വിവരാവകാശ ഭേദഗതി നിയമം ലോകസഭ പാസാക്കിയതെന്ന്? വിവരാവകാശ ഭേദഗതി നിയമം ലോകസഭ പാസാക്കിയത്. ഓപ്ഷൻസ്: 2019 ഡിസംബർ 19, 2019 ജൂലൈ 22, 2019 ജൂൺ 22, 2019 ഏപ്രിൽ 24. ആൻസർ ഓപ്ഷൻ ബി, 2019 ജൂലൈ 22. വിവരാവകാശ ഭേദഗതി നിയമം ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 22. അടുത്തത്: കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം. ഓപ്ഷൻസ്: വരവൂർ, ഒല്ലൂക്കര, തളിക്കുളം, മുല്ലക്കര. ആൻസർ ഓപ്ഷൻ ഡി, മുല്ലക്കര. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമമാണ് മുല്ലക്കര. അടുത്തത്: കണ്ടൽക്കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? കണ്ടൽക്കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത്. ഓപ്ഷൻസ്: ആയിരംതെങ്ങ്, അഞ്ചുതെങ്ങ്, കൊയിലാണ്ടി, ധർമ്മടം. ആൻസർ ഓപ്ഷൻ സി, കൊയിലാണ്ടി. കണ്ടൽക്കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് കൊയിലാണ്ടിയിലാണ്. അടുത്തത്: ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമേത്? ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം. ഓപ്ഷൻസ്: മലബാർ, മൈസൂർ, മദ്രാസ്, ആർക്കോട്ട്. ആൻസർ ഓപ്ഷൻ എ, മലബാർ. ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ് മലബാർ. അടുത്തത്:
ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഓപ്ഷൻസ്: വിജയരാജ സിന്ധ്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അടൽ ബിഹാരി വാജ്പേയി, ഡോക്ടർ BR അംബേദ്കർ. ആൻസർ ഓപ്ഷൻ എ, വിജയരാജ സിന്ധ്യ. വിജയരാജ സിന്ധ്യയുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്. അടുത്തത്, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത്. ഓപ്ഷൻസ്: മാൽവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, ഷില്ലോങ് പീഠഭൂമി. ആൻസർ ഓപ്ഷൻ സി, ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഡക്കാൻ പീഠഭൂമിയാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല. ഓപ്ഷൻസ്: തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ ഡി, തൃശ്ശൂർ. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അടുത്തത്, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം. ഓപ്ഷൻസ്: ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽക്കാടുകൾ. ആൻസർ ഓപ്ഷൻ ബി, ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. അടുത്തത്, 2023 ഏത് രാജ്യാന്തര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? 2023 ഏത് രാജ്യാന്തര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഓപ്ഷൻസ്: രാജ്യാന്തര മണ്ണ് വർഷം, രാജ്യാന്തര മില്ലറ്റ് വർഷം, രാജ്യാന്തര സസ്യവർഷം, രാജ്യാന്തര പയർവർഗ വർഷം. ആൻസർ ഓപ്ഷൻ ബി, രാജ്യാന്തര മില്ലറ്റ് വർഷം. 2023 രാജ്യാന്തര മില്ലറ്റ് വർഷമായാണ് അല്ലെങ്കിൽ ചെറുധാന്യ വർഷമായാണ് UN പ്രഖ്യാപിച്ചത്. അടുത്തത്, ദേശീയ ജലപാത 1 അതായത് NW1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഹാൽഡിയ അലഹബാദ്, സാഡിയ ദിബ്രു, കൊല്ലം കോട്ടപ്പുറം, ചെന്നൈ ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ എ, ഹാൽഡിയ അലഹബാദ്. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ഹാൽഡിയ അലഹബാദ് എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ്. അടുത്തത്, മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻസ്: ദക്ഷിണാഫ്രിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, USA. ആൻസർ ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. ഇന്നത്തെ റഷ്യയാണ് സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അടുത്തത്, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏത്? വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു. ഓപ്ഷൻസ്: തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഉഷ്ണക്കാലം, ശൈത്യകാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ആൻസർ ഓപ്ഷൻ ബി, ഉഷ്ണക്കാലം. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതുവാണ് ഉഷ്ണകാലം. അടുത്തത്, താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻസ്: റിപ്പബ്ലിക്, ജനാധിപത്യം, പരമാധികാരം, സോഷ്യലിസം. ആൻസർ ഓപ്ഷൻ ഡി, സോഷ്യലിസം. 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കാണ് സോഷ്യലിസം. അടുത്തത്, ഇന്ത്യ ഗവൺമെൻറ് ഈ ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്ന്? ഇന്ത്യ ഗവൺമെൻറ് രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻസ്: 2010 ജൂലൈ 15, 2012 ജൂലൈ 15, 2010 ജൂൺ 10, 2012 ജൂൺ 10. ആൻസർ ഓപ്ഷൻ എ, 2010 ജൂലൈ 15. ഇന്ത്യ ഗവൺമെൻറ് രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്നത്?
ഓപ്ഷൻസ് മഹാരാഷ്ട്ര, കേരളം, ഒഡീഷ, ഗുജറാത്ത്. ആൻസർ ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ഈ പറയുന്നവയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമസഭാ സംവിധാനം നിലനിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് അനുച്ഛേദം 20, അനുച്ഛേദം 21A, അനുച്ഛേദം 16, അനുച്ഛേദം 19. ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഗോദാവരി കൃഷ്ണ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? ഗോദാവരി കൃഷ്ണ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. ഓപ്ഷൻസ് ചിൽക്ക, വൂളാർ, കൊല്ലേരു, ലോക്തക്. ആൻസർ ഓപ്ഷൻ സി കൊല്ലേരു. ഗോദാവരി കൃഷ്ണ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു തടാകം. അടുത്തത് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻസ് ഉത്തർപ്രദേശ്, കർണാടക, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. ആൻസർ ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം. ഓപ്ഷൻസ് കേരളം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ആൻസർ ഓപ്ഷൻ ബി ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്തത് ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ് 1974, 1981, 1975, 1972. ആൻസർ ഓപ്ഷൻ എ 1974. ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം 1974. അടുത്തത് കൃഷിക്കായി ഒരു പ്രത്യേക ബഡ്ജറ്റ് തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കൃഷിക്കായി ഒരു പ്രത്യേക ബഡ്ജറ്റ് തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, കർണാടക. ആൻസർ ഓപ്ഷൻ ഡി കർണാടക. കൃഷിക്കായി ഒരു പ്രത്യേക ബഡ്ജറ്റ് തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. അടുത്തത് ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ മന്ത്രി ആര്? ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ മന്ത്രി. ഓപ്ഷൻസ് സർദാർ വല്ലഭായ് പട്ടേൽ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, ഗുൽസാരിലാൽ നന്ദ. ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്തത് കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് ആരംഭിച്ച വർഷമേത്? കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് ആരംഭിച്ച വർഷം. ഓപ്ഷൻസ് 2014, 2015, 2016, 2017. ആൻസർ ഓപ്ഷൻ ബി 2015. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് ആരംഭിച്ച വർഷം 2015. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന എക്സാമുകളിൽ LTCക്കും അതുപോലെ തന്നെ LGSനും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നോക്കിയത്. മോക്ക് ടെസ്റ്റാണ്. അത് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.